ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ICICI ഡയറക്റ്റിൻ്റെ പുതിയ ആപ്ലിക്കേഷൻ്റെ ഒരു ഡെമോ ആണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, സിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ICICI ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് എന്നോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനപ്പോൾ ICICI ഡയറക്റ്റിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ആപ്പ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫ്രണ്ട് ഹോം പേജ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാച്ച് ലിസ്റ്റ് ഡയറക്റ്റ്ലി കാണാൻ സാധിക്കും. പിന്നെ സെൻസസ്, നിഫ്റ്റിയുടെ ഒക്കെ കറണ്ട് വരുവാണ്. പിന്നെ ഗെയിൻ, അതായത് ഇന്നത്തെ ഏറ്റവും ഗെയിൻ ഉണ്ടാക്കിയത്, ലോസ് ഉണ്ടാക്കിയത് ഞാൻ സ്വിച്ച് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഗെയിനേഴ്സ് ആണെങ്കിൽ ചുമ്മാ ക്ലിക്ക് ചെയ്താൽ ലോസേഴ്സ് ആണെങ്കിൽ കാണിച്ചത്. അപ്പോൾ ആ ലിസ്റ്റൂടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ വാച്ച് ലിസ്റ്റിലേക്ക് പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് മൂവേഴ്സും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ വാച്ച് ലിസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ നമുക്ക് ആഡ് സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ചുമ്മാ ടൈപ്പ് ചെയ്താൽ മതി. ഞാൻ ബാക്ക് പോവാണ്, അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. നമുക്കിനി മെയിൻ മെനു നോക്കാം. ഇതാണ് മെയിൻ മെനുവിൻ്റെ ഐക്കൺ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഹോം പേജ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ ബൈ ചെയ്യലും സെല്ല് ചെയ്യലും ഇക്വിറ്റിയിലും ഫ്യൂച്ചേഴ്സിലും എന്തുവേണം ചെയ്യുന്നത്. പിന്നെ ട്രാക്ക് യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യാനും നമ്മുടെ ട്രേഡിൻ്റെ എല്ലാ പൊസിഷൻസ് കാണാൻ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഓരോന്ന് എക്സ്പാൻഡ് ചെയ്ത് കൃത്യമായിട്ട് കാണിച്ചു തരാം. പിന്നെ മാർക്കറ്റ് മൂവേഴ്സൊക്കെ കാണണമെങ്കിൽ ഇവിടെ ഈ മെനുവാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ റിസർച്ച്, അതായത് നമ്മുടെ റിസർച്ച് ചെയ്ത് ഏതാണ് നല്ല സ്റ്റോക്ക് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കാര്യം ഇതാണ് തന്നെ. അറ്റ് യുവർ സർവീസിൻ്റെ അകത്താണ് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ബ്രോക്കറേജൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഈ പോർഷനാണ് യൂസ് ചെയ്യേണ്ടത്. പുതിയ IPO എന്നതിനെക്കുറിച്ച് അറിയാനായിട്ട് ഇതാണ് മെനു. ഫീഡ്ബാക്ക് എന്ന് കൊടുക്കണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം. ആദ്യം ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ് എന്നുള്ളതാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അലോക്കേറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിടത്താണ് അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പൈസ ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് അലോക്കേറ്റ് ഫണ്ട്. ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഇക്വിറ്റി, ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസിലാണെങ്കിൽ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസ്, മ്യൂച്വൽ ഫണ്ട്സിൽ ബൈ ചെയ്യാൻ സെല്ലാണ് മ്യൂച്വൽ ഫണ്ട്സ്, കറൻസി ട്രേഡ് ചെയ്യാൻ കറൻസി, ബൈ ബാക്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് നമുക്ക് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം അലോക്കേറ്റ് ഫണ്ട് എടുത്ത് കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് എനിക്കിത് മാറിപ്പോയി. ഇക്വിറ്റിയിൽ എനിക്ക് കാണിച്ചു തരാം. അതാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ക്യാഷ് ബൈ ചെയ്യണോ ക്യാഷ് സെല്ല് ചെയ്യണോ. അതായത് ബൈ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ മാർജിൻ ബൈ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ, മാർജിൻ സെല്ല്, മാർജിൻ പ്ലസ് ഓർഡർ, അങ്ങനെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ക്ലൗഡ് ഓർഡർ വേണമെങ്കിൽ, പിന്നെ നമ്മൾ എടുത്ത ഓർഡർ കാണണമെങ്കിൽ ഓർഡർ ബുക്ക് കാണാം. ഓർഡർ എക്സിക്യൂട്ട് ആകുമ്പോൾ നമുക്ക് ട്രേഡ് ബുക്ക് കാണാൻ സാധിക്കും. ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് നമുക്ക് പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഫാസ്റ്റ് ബൈ, ഫാസ്റ്റ് എല്ലാം ഇവിടെ ഉണ്ട്. ഞാൻ ഇതൊക്കെ ഓരോന്നായിട്ട് BTST കുറച്ചോളം. പിന്നെ ഇത് ഈ ഓപ്ഷൻ അവൈലബിൾ അല്ലായിരിക്കും. ലിമിറ്റ് ഓർഡർ എടുക്കണമെങ്കിൽ എടുക്കാം. മൈ മെസ്സേജസ്, ഇത് ഓരോന്നും എനേബിൾ ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ സ്വിച്ച് ചെയ്ത് ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും, മ്യൂച്വൽ ഫണ്ട്സിൽ കാണാൻ സാധിക്കും, കറൻസി, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെയിൻ മെനുവിൽ തന്നെ എടുക്കാൻ സാധിക്കും. ഞാൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ക്ലൗഡ് ഓർഡർ ചെയ്യാൻ പറ്റും. ഓർഡർ ബുക്ക് ലിമിറ്റൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ മാത്രം. ഞാൻ ഇപ്പോൾ അത് ഇക്വിറ്റിയുടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്യാഷ് ബൈ കാണിച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന്. ക്യാഷ് ബൈ എടുത്ത് കഴിയുമ്പോൾ വരുന്ന ഓപ്ഷൻസ് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് എടുക്കാം. NSEലാണോ BSEലാണോ എന്ന് സെലക്ട് ചെയ്യാം. സ്റ്റോക്കിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കുക. എന്ത് ടൈപ്പ് ഓർഡറാണ്, ഡേ ഓർഡറാണോ, അത് IOC ആണോ, അത് വാല്യൂ ടിൽ ക്യാൻസലേഷൻ, അതായത് 90 days വരെ ഓർഡർ എക്സിക്യൂട്ട് ലിമിറ്റ് പ്രൈസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യും. പിന്നെ മാർക്കറ്റ് ഓർഡറാണ്, ലിമിറ്റ് ഓർഡറാണെന്നുള്ള ഇവിടെ കൊടുക്കാൻ പറ്റും. ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ ലിമിറ്റ് പ്രൈസ് ഇത്രയാണെന്ന്, മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ എത്ര % വേരിയേഷൻ നമുക്ക് അക്സെപ്റ്റബിൾ ആണെന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ബൈ നൗ ഓപ്ഷൻ കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. ഞാനത് ബാക്കിൽ ഫീച്ചേഴ്സും ഓപ്ഷൻ്റെ തന്നെ നമുക്ക് നോക്കാം. ഡയറക്റ്റ് സ്റ്റോക്ക് കൂടെ സെലക്ട് ചെയ്യാം. ഫ്യൂച്ചറാണോ ഓപ്ഷനാണോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഫ്യൂച്ചേഴ്സ് വേണോ ഓപ്ഷൻസ് വേണോ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ബാക്കിലേക്ക് പോകണം. മ്യൂച്വൽ ഫണ്ട്സിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെലക്ട് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമുക്കതിൻ്റെ ഇവിടെ പ്രൊസീഡ് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കറൻസി നമുക്ക് ഡയറക്റ്റ് ബൈ ചെയ്യാനും, അത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ബുക്കും ലിമിറ്റ് ഫണ്ട് കൂടുതൽ ആഡ് ചെയ്യാനും ഡയറക്റ്റ് അവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എല്ലാം വളരെ കൺവീനിയൻ്റായിട്ട് ഈസി ആയിട്ട് കിട്ടാവുന്ന രീതിയിലാണ്. ഞാൻ മെയിൻ മെനുവിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഞാൻ ആ പറഞ്ഞ ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് തന്നെ എടുക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് പിന്നെ എടുത്ത് സെപ്പറേറ്റ് കാണിക്കുന്നില്ല. മൈ നെറ്റ്വർത്ത്, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്രയുണ്ട്, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എത്രയുണ്ട്, എല്ലാം ഒറ്റയ്ക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിക്ക് കഴിഞ്ഞാൽ ഞാനിനി ഇത് മിനിമൈസ് ചെയ്തിട്ട് പോർട്ട്ഫോളിയോ എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ്
ഒന്നുകൂടെ പോവാണ്. ട്രാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ കാണണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കപ്പോൾ എത്ര ഹോൾഡിംഗ് ഉണ്ടെന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓപ്പൺ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ, അതിപ്പോൾ നമ്മളൊരു ഇൻട്രാഡേ ട്രേഡ് എടുത്തു, ആ ട്രേഡിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ അറിയണമെങ്കിൽ ഓപ്പൺ പൊസിഷൻ നോക്കിയത് ഞാനത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചുതരാം. ഓപ്പൺ പൊസിഷൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതിപ്പോൾ മാർക്കറ്റ് അവർ അല്ലാത്ത കാരണം, ട്രേഡൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ കാണണമെങ്കിൽ നമുക്കത് ഫ്യൂച്ചേഴ്സിൻ്റെതും മ്യൂച്വൽ ഫണ്ട്സിനകത്തും ഓരോന്നിൻ്റെയും കാണാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ടിൻ്റെയും കിടക്കുന്നുണ്ട്, ക്യാഷ് ബൈ എല്ലാം കൂടെ കാണാൻ സാധിക്കും. വീണ്ടും ബാക്ക് പോവുകയാണ്. ട്രേഡ് ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രേഡ് എടുത്ത സമയത്ത്, ട്രേഡ് ഓർഡർ പ്ലേസ് ചെയ്ത സമയത്ത് ഓർഡർ ബുക്കിനകത്തും കാണാം, ട്രേഡ് എക്സിക്യൂട്ട് ആക്കുമ്പോൾ ട്രേഡ് ബുക്കിനകത്ത് കാണാം. അത് തന്നെയാണ് എല്ലാത്തിനും ഫീച്ചേഴ്സിനകത്തും മ്യൂച്വൽ ഫണ്ടിനകത്തും എല്ലാം കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ എടുത്ത് നോക്കാം. തൽക്കാലം ഒന്നും ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ ബ്ലാങ്ക് കാണിക്കുന്നത്. ഉണ്ടെങ്കിൽ ഈ പോർഷനിലൂടെ കാണിച്ചേനെ. ഞാൻ അതിന് മെയിൻ മെനുവിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കാണിച്ചല്ലോ മാർക്കറ്റ് മൂവേഴ്സ് ആരൊക്കെയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. ഹീറ്റ് മാപ്പായിട്ട്, അതായത് പല ഏറ്റവും ഹോട്ടായിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്ക് അതൊന്നും അങ്ങനെയുള്ള കാണാൻ സാധിക്കും. പുതിയ IPO ഒന്നും ഇവിടെ കാണാൻ സാധിക്കും. ബോൺസൊക്കെ വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ മാർക്കറ്റ് മൂവേഴ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തേക്കുന്നത്, എത്ര പെർസെൻറ്റേജാണ് മൂവ് ചെയ്തേക്കണേ, നമുക്കത് എങ്ങനെയാണ് ഫിൽറ്റർ ആണ്, ഏത് കമ്പനിക്കാണെന്നുള്ള ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ IPO ചെയ്തേക്കുന്നത്, ഇപ്പോൾ പുതിയതായിട്ട് വന്ന IPO ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും ബൈ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് തന്നെ ബൈ ചെയ്യാൻ സാധിക്കും. പിന്നെ വന്നേക്കുന്ന ബോൺസ് ഏതൊക്കെയാണ് നല്ല ബോണ്ടുകൾ എന്നുള്ളതെന്നും ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഇൻട്രസ്റ്റ് റേറ്റും എല്ലാം, 1 ഇയറിൽ എത്ര കിട്ടുന്നു, പിന്നെ 3 ഇയറിൽ 5 ഇയറിൽ എത്ര കിട്ടുന്നതെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടുന്ന് ഞാനതും ക്ലോസ് ചെയ്യുകയാണ്. ഇനി അറ്റ് യുവർ സർവീസിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ബുക്ക് ചെയ്യാം. നമ്മുടെ പ്രൊഫൈലിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഇപ്പോൾ കറണ്ട് ബ്രോക്കറേജ് പ്ലാൻ കാണാൻ സാധിക്കും. നമുക്ക് ബ്രോക്കറേജ് പ്ലാൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചുകൊണ്ട് ഈ ഓപ്ഷൻ വെച്ച് കോൺടാക്റ്റസ്, നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജർ ആരാന്നുള്ളതും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ റിലേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള അവരെ നമുക്ക് റേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മുടെ റിലേഷൻഷിപ്പ് മാനേജറിനെ കറൻസി, നമ്മുടെ ഇക്വിറ്റിയിൽ എന്താണെന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ബൈക്കിലേക്ക് പോവാണ്. നമ്മുടെ ബ്രോക്കറേജ് പ്ലാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള പ്ലാൻ മാറ്റണേ, മൈ കറണ്ട് പ്ലാൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചേഞ്ച് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ആക്കുകയും ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഏത് പ്ലാൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മൈ കറണ്ട് പ്ലാൻ നമുക്ക് നോക്കാം. പ്ലാൻ്റെ ഡീറ്റെയിൽസ്, കണ്ടിന്യൂ വിത്ത് കറണ്ട് പ്ലാൻ, ഓക്കെ, അതിന് ഇവിടെ ആയിട്ട് ഓക്കെ ഫൈൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. കഴിഞ്ഞാൽ ഓൾഡ് പാസ്വേഡ് അടിച്ച് നമുക്ക് പുതിയ പാസ്വേഡൊക്കെ അടിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ പുതിയൊരായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഓപ്പൺ അക്കൗണ്ട് കൊടുത്ത് ഞാൻ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ സെൻഡ് മീ OTP കൊടുത്ത് കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞാൽ പുതിയ ICICI ഡയറക്റ്റ് തന്നെ നമുക്ക് വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതായത് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുള്ളവർക്ക്. ഇനി IPOs ഡയറക്റ്റ്ലി ഇവിടെ ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറും കൊടുത്ത് ക്യാപ്ഷൻ കൊടുത്ത് സബ്മിറ്റ് കൊടുത്ത് ടു അപ്ലൈ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പേജിലേക്കാണ് കയറുന്നത്. ഞാൻ അപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. പിന്നെ ഫീഡ്ബാക്ക് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. പിന്നെ ലോഗൗട്ട് ചെയ്യണേ ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് ലോഗൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗൗട്ട് ആയി പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ICICI ഡയറക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ലൈനിൽ ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ വീഡിയോ കാണാൻ സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് താങ്ക്സ്. ഫ്രീ ആയിട്ട് ഏഞ്ചൽ ബുക്കിങ്ങിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.